ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി കോളിഫ്ലവറും ഉരുളൻകയും കൂടിയിട്ടുള്ള നല്ല സൂപ്പർ മസാലക്കറി ആയിട്ടോ വന്നിരിക്കുന്നത്. പൊളി എന്ന് പറഞ്ഞാൽ പൊളി കേട്ടോ, വെറുതെ തള്ളി മറിക്കല്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം വന്ന് പറയുക. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ മസാലക്കറിയാണ്. ഞാനിവിടെ ചപ്പാത്തിയും മസാലക്കറിയും കൂടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക കേട്ടോ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വെള്ളം നിളച്ചിട്ടൊന്നുമില്ല, ചൂടായിട്ടുള്ളൂ കേട്ടോ. നന്നായി ചൂടായിട്ടുണ്ട്. 2-3 മിനിറ്റ് ഇട്ടതിന് ശേഷം ഇപ്പോൾ കോരി മാറ്റുകയാണ്. ഉരുളക്കിഴങ്ങ് ഇതിൽ കൂടെ അരിഞ്ഞിട്ടിട്ട് ഇത് മസാല പുരട്ടി വെക്കാം കേട്ടോ. ഒന്നര ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കേട്ടോ. ഈ ഗരം മസാലയുടെ പൊടിച്ച വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടും കുത്തലുണ്ടാവില്ല ഈ ഗരം മസാലപ്പൊടി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. രണ്ടടുപ്പ് വിനാഗിരി വെച്ച് കൊടുക്കണ്ടോ. എനിക്കിത് വെച്ചെടുത്ത് ശീലമായി, അതുകൊണ്ട് ഞാൻ എല്ലാ മസാല പുരട്ടിയിട്ട് ഇത് വെച്ച് കൊടുക്കും. നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായി മസാല പുരട്ടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കാം, അല്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഫ്രൈ ആക്കാം കേട്ടോ. ഓയിൽ വെച്ച് കൊടുക്കണ്ട ഉരുളിയിൽ. അത്ര ഓയിൽ മതി, അല്ലെങ്കിൽ ഞാൻ ഓയിൽ മാറ്റാതിരിക്കേണ്ടി വരും. 2-3 ട്രിപ്പായിട്ട് വറുത്ത് പോരാം. നമുക്ക് തയ്യാറാക്കി കേട്ടോ. രണ്ട് സബോള കേട്ടോ ഞാൻ എടുക്കുന്നത്. നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കാം. വെച്ചുണ്ട് കേട്ടോ. ഇതപ്പോൾ എല്ലാതും വറുത്ത് പൊരിച്ചുണ്ട്. ഉരുളക്കിഴങ്ങും ഉണ്ട്, കോളിഫ്ലവറും ഉണ്ട് കേട്ടോ. ഈ എണ്ണയ്ക്ക് 2 സബോള അരിഞ്ഞതും പച്ചമുളകും ഇട്ട് കൊടുക്കുക. അത് വെള്ളക്കാന്താരി കേട്ടോ ഞാൻ നടുകീറി വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേറെ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. മസാലപ്പൊടിയൊക്കെ എണ്ണയിലുണ്ട്, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. സബോള വയന്ന് കിട്ടുമ്പോഴത്തേനും തക്കാളി വേഗം നീളത്തിൽ അരിഞ്ഞേക്കാം. സവാള പകുതി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പത്തിന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച് ഇട്ട് കൊടുക്കാം.
സബോള നന്നായി വരുന്നുണ്ട് കേട്ടോ. തക്കാളി തന്നെ കേട്ടോ. അടുപ്പിലായതുകൊണ്ടൊക്കെ പെട്ടെന്ന് ആവും കേട്ടോ. ഇതിൻ്റെ അടുപ്പൊക്കെ തീരെ വിശ്വാസമല്ല. അതുകൊണ്ട് ഞാൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇറക്കി വെച്ച ധൈര്യത്തിലിട്ട് കൊടുക്കാമല്ലോ. 1 സ്പൂണ് 1.5 സ്പൂണോ വീണ്ടും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് 1/2 സ്പൂണോളം. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ടീസ്പൂണ് പറയണതിൻ്റെ വലിപ്പം കേട്ടോ. ഇനി ഗരം മസാലപ്പൊടി ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം വീണ്ടും അടുപ്പത്തേക്ക് കയറ്റാം. ഉരുളി നല്ല ചൂടാണ്. അടുപ്പിൽ നല്ല കണലുണ്ട്. പെട്ടെന്ന് കരിയും. വെള്ളം ഒഴിച്ചെടുക്കാം. ഒരു 1/2 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊണ്ട് കേട്ടോ. ഇനി ഇത് അടുപ്പത്തിട്ടിട്ട് വെള്ളം നന്നായി കുറുക്കിയെടുക്കാം. തീ കുറച്ച് തോനെ തന്നെ കത്തിക്കോട്ടെ. നന്നായി തീ കൂട്ടിച്ചിട്ട് തന്നെ കുറുക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഇതാ തിളച്ചിട്ട് നന്നായി കുറുകി വരുന്നുണ്ട് കേട്ടോ. നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട്. നല്ല കട്ടി ഗ്രേവി ആയിട്ടുണ്ട്. ഇനി വറുത്ത് മാറ്റി വെച്ചത് ഇതിലേക്ക് ഇടാം. ഒന്നും കൂടി കുറുകണമെങ്കിൽ ഒന്നും കൂടി കുറുക്കാം കേട്ടോ. എന്തായാലും അത് ഇട്ടതിന് ശേഷം ഒന്നും കൂടി നോക്കാം. ഒരു 5 മിനിറ്റ് തിളക്കുമ്പോഴത്തേന് നല്ല അടിപൊളി ഗ്രേവിയുള്ള കോളിഫ്ലവർ കറി ഇട്ട് വരും കേട്ടോ. 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ ഇറക്കാൻ പോവാണ്. അല്ലെങ്കിൽ ഇവിടെ തികയൂല. അടുപ്പത്തുനിന്ന് ഞാൻ വാങ്ങി വെച്ചു കേട്ടോ. ഇത് തിക്ക് ഗ്രേവി ആയിട്ട് നല്ല അടിപൊളി കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ചപ്പാത്തിയും കൂടി ഉണ്ടാക്കി വെച്ചാൽ സെറ്റായി. ഇതിലേക്കുള്ള ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചപ്പാത്തിയും ഇതിൻ്റെ ഗ്രേവി കൊണ്ട് കൂട്ടി തിന്നാണ്ടല്ലോ സൂപ്പറായിരിക്കും. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു.